അഭിഷേകമേകുന്ന ദൈവം എന്ന വാക്കുകൾ കേട്ടപ്പോൾ അച്ഛനിപ്പോൾ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം നൽകിയ സമയത്ത് ലഭിച്ച ഒരു വലിയ ഉൾക്കാഴ്ചയാണ് ഓർത്തത്. ആശീർവാദം നൽകിയപ്പോൾ അച്ഛൻ ഈശോനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, പറഞ്ഞു തരുന്ന പോലെ പറയുക, മനസ്സിലാക്കുകയായിരുന്നു. അങ്ങനെ 50 വർഷമായി ദേവാലയം ഇവിടെ ആരംഭിച്ചിട്ട് കൃത്യം ഈ ദേവാലയം ഇവിടെ ആരംഭിച്ച അതേ നാളുകളിലാണ് നിന്നെ ഞാൻ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചത്. അച്ഛനായിട്ട് 40 വർഷമായെന്ന് പറഞ്ഞു. അതിന് 10 വർഷം മുമ്പാണ് വീട്ടിൽ നിന്ന് സെമിനാരിയിലേക്കുള്ള യാത്ര. ഈ കാര്യം അച്ഛൻ ഇപ്പോൾ ഈ ആശീർവാദം നൽകിയ സമയത്ത് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് ഇന്നത്തെ കുർബാനയുടെ പന്തയുടെ ആരംഭത്തിൽ അച്ഛൻ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്താൻ വേണ്ടി വിശുദ്ധ കുർബാനയുടെ തലവിളിച്ച് ഇങ്ങനെ രാവിലെ വന്നപ്പോൾ തന്നെ നിന്നപ്പോൾ അച്ഛനെ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ കൂടി ഈ ബലിയിൽ അച്ഛൻ ഓർക്കുകയാണ്. എങ്ങനെയാണ് പൗരോഹിത്യത്തിലേക്ക് ഇങ്ങനെ ഞാൻ കൈപിടിച്ച് നടത്തിയത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൈവ വിളി ഒന്ന് ഓർക്കുക. വളരെ പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രോഗി ശുശ്രൂഷയോട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ അച്ഛൻ്റെ മനസ്സിൽ ആത്മീയ ചിന്തകളായിട്ട് ഇന്ന് വന്നു. മരിയൻ കോളേജ്, അവിടെ ഈ മരിയൻ കോളേജിൽ ആധ്യാത്മിക കൊറോണ ബാധിച്ച രോഗികൾ നമ്മുടെ ഇടവകയാകുന്ന മരിയൻ കോളേജ് ഒക്ടോബർ മാസത്തിൽ അതിലെ അവിശ്വാസത്തിൻ്റെ കൊറോണ ബാധിച്ച രോഗികൾ, അതിൽ വെന്റിലേറ്ററിൽ കഴിയുന്നവർ, അവരുടെ അവസ്ഥകളെ നോക്കാനായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തികൾ, മെയിൻ ഡോക്ടർ വികാരിച്ചൻ തന്നെ, നേഴ്സുമാർ, സിസ്റ്റേഴ്സ്, മറ്റ് പലവിധ ശുശ്രൂഷ ചെയ്യുന്ന കൈക്കാരന്മാർ, കൗൺസിലർമാർ, ഇവരൊക്കെ ഇവരുടെ ആരുടെയെങ്കിലും വികാരിച്ചൻ്റെ മുതൽ ജിൻസന്റെ ഉൾപ്പെടെ ശ്രദ്ധക്കുറവ് കൊണ്ട്, സൂക്ഷ്മക്കുറവ് കൊണ്ട് ഒരു വ്യക്തിയുടെ വെന്റിലേറ്ററിൻ്റെ കണക്ഷൻ മാറി ആള് അവിശ്വാസത്തിൻ്റെ അരൂപിയിൽ അതെ വേണ്ടത്ര ജീവ ചൈതന്യം, ദൈവവചനം, പരിശുദ്ധാത്മ വെളിച്ചം, ചൈതന്യ ശക്തി ലഭിക്കാതെ മരിക്കാനിടയായാൽ സുവിശേഷ ലേഖനത്തിലൊരു വചനം ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ ചിന്തകളൊക്കെ അച്ഛനെ വല്ലാതെ ഭരിക്കുന്നൊരു ദിവസമാണ്. കൊന്തയുടെ 3-ാം യജ്ഞത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈ ചിന്തകളൊക്കെ മനസ്സിൽ നടത്തിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരോടുമുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നതിൽ വീഴ്ചകൾ, പരാജയങ്ങളുണ്ടായാൽ ഞങ്ങളുടെ നിത്യജീവിതത്തോ പോലും അത് ബാധിക്കുമെന്ന വലിയ മനസ്സിലാക്കൽ ഞങ്ങൾക്ക് തരണേ. ആ സുബോധം ഞങ്ങൾക്ക് തരണേ. അങ്ങയുടെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ, അങ്ങയുടെ തിരുമുമ്പിൽ കണക്ക് ബോധിപ്പിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട വ്യക്തികളാണെന്ന ബോധ്യത്തോടെ ഈ ബലി അർപ്പിച്ച് ചൈതന്യം സ്വീകരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി
തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനുശാന്തി പ്രത്യാശയമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനുശാന്തി പ്രത്യാശയമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനും സ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യനുശാന്തി പ്രത്യാശയമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുനാമത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ആ വിശ്വാസം പരമാർത്ഥതയോടെ ഏറ്റുപറയുകയും ചെയ്യുന്ന ഞങ്ങളെ അങ്ങ് ശക്തരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര രഹസ്യങ്ങൾ ഞങ്ങൾ വിശുദ്ധിയോടെ പരികരണം ചെയ്യട്ടെ. നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാ ദിവ്യനാമ കീർത്തനം. അഹിതനാമമോത്സവേ പണിയുമെന്ന് പാലകൻ ഒരു ഗണത്തിലാകുമേ ചിതറിടും ജനങ്ങളെ കടലുവേണ ഹൃദയം ശാന്തി കാൺമതങ്ങയും കരുണയെന്നുറങ്ങിനി ഭുവനദുഃഖമൊക്കെയും താരകത്തിനൊക്കെയും പേരിടുന്നു പാവനം ഉന്നത പ്രതാപനായി വാണിടുന്നു പാലകൻ അഖില ലോകനായകൻ അറിവ് പൂർണ്ണമായവൻ താഴ്ത്തിടുന്നു ദുഷ്ടരെ താങ്ങിടുന്നു ശിഷ്ടരെ കീർത്തനങ്ങൾ പാടിടാം വാഴ്ത്തിടാം മഹേശ്വരെ കിന്നരങ്ങൾ നീട്ടിയാം നാമഗീതി പാടിടാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോരാജാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. അങ്ങയെ ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാലന സർവേശ, പരിപാലന ബലവാനേ, പരിപാലന അമർത്യനേ, നിൻകൃതജ്ഞതകൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണം. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 14 തിരുവചനങ്ങൾ 10 മുതൽ 13 വരെ. അനുഗ്രഹിക്കട്ടെ. നീ എന്തിന് എന്റെ സഹോദരനെ നിന്ദിക്കുന്നു? അഥവാ നീ എന്തിന് എന്റെ സഹോദരനെ നിന്ദിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: എല്ലാ മുട്ടുകളും എന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യും എന്ന് കർത്താവ് ശപഥപൂർവ്വം അരുൾ ചെയ്യുന്നു. ആകയാൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. തന്മൂലം മേലിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരന് ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുകയും നമ്മുടെ കർത്താവായ മനസ്സുകളെ തിരുവചനം കേൾക്കാം, മുഴുമനസ്സും ഹൃദയവും ഇനിയേകൂ. പ്രിയജനമേ, അതിശയകരമാകും അനുഭവമായി അവനണയുകയായി വചനമായ വഴി നടന്നു വിജയാകും. ആത്മാവിൽ അലിവു ചൊരിയുവീ, പവിഴമൊഴികളാൽ പരിചയണിയുവീ. വചനമായ വഴി വഴി നടന്നു വിജയാകും. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെ തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളിനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ
പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിന് നാർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിനകത്ത് പ്രവേശിച്ചു. വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ലേഖനത്തിലെ ഒരു വാക്ക് അച്ഛനെ ഇന്നത്തെ പ്രഭാതം മുതൽ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. ലേഖനത്തിലെ പ്രധാനപ്പെട്ട വാക്ക്, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ വിധിക്കാതിരിക്കുക. നേരിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. ഈ വാക്കച്ഛൻ എത്തിച്ചത് ഒരു 39 കൊല്ലം മുമ്പ് ഒരു പാടത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോമ 2:1-2 എന്ന വചനം അച്ഛൻ്റെ ഹൃദയത്തിൽ കർത്താവിന് എഴുതിയിട്ടതാണ്. റോമ 2:1-2 പറഞ്ഞിട്ടൊന്നുമല്ല, ഇങ്ങനെയാണ് ആ വാക്കുകൾ വന്നത്. അല്ലയോ മനുഷ്യ, നീ ആരു തന്നെ ആയാലും നീ മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് യാതൊരു ന്യായീകരണവുമില്ല. എന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ ചെയ്യും. പിന്നെ സ്ഥലം പോലും ഇപ്പോഴും ഓർമ്മിക്കുന്നു. അച്ഛൻ കൊച്ചച്ഛനായിരുന്നപ്പോഴത്തെ കിഴക്കമ്പലം പള്ളിയിൽ നിന്ന് ഒരു സായാഹ്നത്തിൽ ഇങ്ങനെ നടന്ന് മഠത്തിൻ്റെയും പുറകിലൊരു പാടമുണ്ട്. ആ പാടത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അച്ഛൻ ഈ വചനം അച്ഛൻ്റെ മനസ്സിൽ പറഞ്ഞ സ്ഥലം പോലും ഓർമ്മിക്കുന്നു. ഈ വാക്കുകൾ അച്ഛനെ കർത്താവ് ഇന്ന് ലേഖനം ഇങ്ങനെ രാവിലെ വായിച്ചപ്പോൾ ഓർമ്മിപ്പിച്ചു. ഉടനെ അച്ഛൻ ലാപ്ടോപ്പ് എടുത്ത് അതിലിങ്ങനെ കുടിക്കാൻ തുടങ്ങി. റോമ 2:1-2 കിഴക്കമ്പലം 1981 ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് കണക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അതിൻ്റെ വിശദാംശങ്ങൾ ഓർമ്മിപ്പിച്ചു. എന്നിട്ടാണ് പറഞ്ഞ, മോനെ, നിനക്ക് കണക്ക് കൊടുക്കാൻ വളരെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങളൊരാൾ പറഞ്ഞു തന്നാൽ അതിൽ അത്രയും വ്യക്തത വരില്ല. അതിന് വ്യക്തതയോടെ കർത്താവ് പറഞ്ഞു തരികയായിരുന്നു. നീ ഈ മരിയൻ പ്രാർത്ഥനാ ദിനങ്ങളിൽ ഓർക്കുക, എൻ്റെ അമ്മ ഫാത്തിമയിലും ലൂർദിലുമൊക്കെ പ്രത്യക്ഷപ്പെട്ടതിനേക്കാളും കൃത്യതയോടെ മഹത്തരമായി നിനക്ക് എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ എപ്പോഴൊക്കെയാണ് നീ നിൻ്റെ 8 വയസ്സുള്ള കുട്ടിയായി ആ കുളക്കരയിൽ നിന്ന് നിൻ്റെ അമ്മയിലൂടെ നിന്നോട് സംസാരിച്ചത് എൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞ് നീ കുട്ടിയായിരിക്കുമ്പോൾ മുട്ടുകുത്തി നിന്ന് ഭക്തിയോടെ ശ്രദ്ധയോടെ കൊന്ത ചെല്ലണമെന്ന് നിന്നോട് പറഞ്ഞത് നിൻ്റെ അമ്മയല്ല, എൻ്റെ അമ്മയാണ്. അച്ഛനത് ഇത്രയും വ്യക്തതയോടെ ഇതിനൊരിക്കലും മനസ്സിലാക്കിയിട്ടില്ല. നിൻ്റെ അമ്മ നിന്നെ ഈർക്കിളി കൊണ്ട് അടിക്കാറുള്ളൂ, അടിച്ചിട്ടുള്ളത് ഏക കാര്യം നീ കൊന്ത ചെല്ലുമ്പോൾ ഉറങ്ങുന്നതിന് വേണ്ടി ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ്. അല്ലാതെ നിൻ്റെ അമ്മ ഒരിക്കലും നിന്നെ ശിക്ഷിച്ചിട്ടില്ല. നീ ഓർത്ത് നോക്കുക. ശരിയാ. വീണ്ടും മകനെ നീ ഓർമ്മിക്കുക, നീ 10 മുതൽ 12 വരെയുള്ള കാലഘട്ടത്തിൽ 3 വർഷം നീ പഠിച്ച സ്കൂളിൻ്റെ അടുത്തുള്ള പള്ളിയിലെ പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കൊന്ത ചൊല്ലിയ ആ മധ്യാഹ്നങ്ങൾ ഓർക്കുക. അവിടേക്ക് നിന്നെ നയിച്ചത് ഞാനാണ്, വേറെ ആരുമല്ല. എൻ്റെ അമ്മയുടെ മുമ്പിലാണ് നീ മുട്ടുകുത്തി നിന്ന് എന്നിട്ട് പ്രാർത്ഥിച്ചത്, അതെ ഈശോയെ, അങ്ങയുടെ മുന്തിരിത്തോപ്പിലേക്ക് എന്നെ വേലക്കാരനായി വിളിക്കണേ. വീണ്ടും അവിടുന്ന് നീ വീണ്ടും ഓർമ്മിക്കുക, നീ ഒരു വൈദിക വിദ്യാർത്ഥിയായിട്ട് മൈനർ സെമിനാരിയിൽ ചെന്നപ്പോൾ അവിടെയും കുരിശുരൂപത്തിലേക്ക് നോക്കി കണ്ണഞ്ചിക്കുന്ന പ്രകാശത്തിൽ കുരിശുരൂപം കണ്ട് ക്ലേശപൂർവം ആ കൊന്ത ചെയ്ത മണിക്കൂറുകൾ ആ 3 വർഷം നീ ഓർക്കുക. അവിടെയും നിനക്ക് ഞാൻ പരിശുദ്ധ അമ്മ, എൻ്റെ അമ്മ ലൂർദിലും ഫാത്തിമയിലും ഒക്കെ ആ മക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടതുപോലെ നിനക്കും പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ഇങ്ങനെ
നിന്നെ ഞാൻ വഴി നടത്തിയതുകൊണ്ടാണ്, എൻ്റെ അമ്മയോടുള്ള ബന്ധത്തിൽ നിന്നെ ആഴപ്പെടുത്തിയതുകൊണ്ടാണ് നീ ഇന്ന് എന്തായിരിക്കുന്നു അതായിരിക്കുന്നത്. ഇതിനൊക്കെ നീ കണക്ക് കൊടുക്കണം. നിന്നിൽ വർഷിക്കപ്പെട്ട കൃപകൾ, അനുഗ്രഹങ്ങൾ, ഇതിനനുസരിച്ചുള്ള കണക്ക്. എന്നിട്ട് താലന്തുകൾ ഉപമ ഓർമ്മിപ്പിച്ചു. 5 താലന്ത് കിട്ടിയവൻ്റെ ബാധ്യത, 2 താലന്ത് കിട്ടിയവൻ്റെ ബാധ്യത, 1 താലന്ത് കിട്ടിയവൻ്റെ ബാധ്യത, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. അത് ഞെട്ടിക്കുന്ന കണക്കായി. അതിനുശേഷം നീ കിഴക്കമ്പലം പള്ളിയിലിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച ഒരു നിമിഷം ഓർക്കുക. അതെ, ആലുവായിൽ നിന്ന് ഒരു സായാഹ്നത്തിൽ കിഴക്കമ്പലം പള്ളിയിലേക്ക് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ, വൈക്കോടിച്ചുകൊണ്ട് പോകുമ്പോൾ, ചൂണ്ടി എന്ന സ്ഥലത്ത് ഒരു മാവിൻ്റെ ചുവട്ടിൽ കുറേ മെറ്റലെടുത്ത് കൂട്ടിയിട്ടിരിക്കുന്നതിലേക്ക് നിൻ്റെ മോട്ടോർ സൈക്കിൾ എതിരെ വന്ന ബസ്സിൻ്റെ ലൈറ്റിൽ നിന്നെ കണ്ണഞ്ചി പോയി. അങ്ങനെ കയറിയതും എന്നിട്ടും നിനക്ക് അപകടമൊന്നും വരുത്താതെ നീ രക്ഷിക്കപ്പെട്ടതും അപ്പോൾ നീ കർത്താവിൻ്റെ മാലാക ചൊല്ലിക്കൊണ്ടിരുന്ന നിമിഷവും ഒക്കെ നീ ഓർക്കുക. എൻ്റെ അമ്മ ഇറങ്ങി വന്ന് നിന്നെ അവിടെ രക്ഷിക്കുകയായിരുന്നു. നീ അപ്പോഴും ആ ബസ് ഡ്രൈവറെ കുറിച്ച് നിൻ്റെ ഉള്ളിൽ പരാതിയും പരിഭവവും വന്നു. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ബസ്സിൻ്റെ ലൈറ്റൊന്ന് ഡിം ചെയ്തിരുന്നെങ്കിൽ ഈ ഗതികേട് നിനക്ക് വരില്ലായിരുന്നല്ലോ എന്ന് നീ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞു, മകനെ, ആ മനുഷ്യനെ കൊണ്ട് ലൈറ്റ് ഞാൻ ഡിം ചെയ്യിക്കാതിരുന്നതാണ്. കാരണം ഡിം ചെയ്യിച്ചിരുന്നെങ്കിൽ നീ നിൻ്റെ സ്പീഡ് കുറയ്ക്കില്ലായിരുന്നു. അപ്പോൾ നീ ഈ ബൈക്കിൽ ഈ മെറ്റലറ്റിലേക്ക് കയറുമായിരുന്നു. നിൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചേനെ. അതുകൊണ്ട് ആ മനുഷ്യനെ കൊണ്ട് ലൈറ്റ് ഞാൻ അണപ്പിക്കാതിരുന്നതാണ്. വീണ്ടും കർത്താവ് ഓർമ്മിപ്പിച്ചു. നീ ഓർക്കുക, 99 മെയ് മാസം 27-ാം തീയതി രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ നീ കൊന്തയുടെ 2ാം രഹസ്യം ചൊല്ലിക്കൊണ്ട് കാറ് ഓടിച്ചു കൊണ്ടിരുന്നപ്പോൾ എതിരെ വരുന്ന ഒരു ലോറിയിൽ നിൻ്റെ വണ്ടി ഇടിച്ചപ്പോൾ അവിടെയും ചാമ്പലാകാമെന്ന് നിൻ്റെ ജീവിതത്തെ കാത്തുരക്ഷിച്ചത് എൻ്റെ അമ്മയുടെ ഇടപെടലാണെന്ന് നിനക്ക് നീ ഓർമ്മയില്ലേ? ഇങ്ങനെ എന്നിട്ട് ഇതൊക്കെ അച്ഛൻ ലാപ്ടോപ്പിൽ ഇന്ന് കാലത്ത് ഇങ്ങനെ കുറിച്ചു. ഇതിങ്ങനെ പറയുന്നത് അച്ഛൻ്റെ കഥ പറയാനല്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ദൈവം ഇടപെട്ട അനുഭവങ്ങൾ ഓർക്കുക. ഇന്ന് ഈ കുർബാന ആരംഭിച്ചപ്പോൾ വീണ്ടും ഒരു കൊച്ചുകാര്യം ഓർമ്മിപ്പിച്ചു. അച്ഛൻ ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. അവളുടെ പേര് മരിയ. പല മരിയന്മാരെ അച്ഛൻ ഓർക്കാറുണ്ട്. ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ, അച്ഛാ, അവൾ അലാം വെച്ചാൽ എഴുന്നേറ്റാത്തവരെ അച്ഛനെ എന്തിനാ ബുദ്ധിമുട്ട് അവരെ വിളിക്കുന്നേ? ഞാനതിന് മറുപടി പറഞ്ഞില്ല. കർത്താവച്ചനെ ഓർമ്മിപ്പിച്ചു, മകനെ, ഒരമ്മയ്ക്കും ഒരപ്പനും ഒരു കുട്ടിയിലുള്ള അവകാശമോ അധികാരമല്ല നിനക്കുള്ളത്, അതിനപ്പുറത്താണ്. എന്നിട്ട് ഈശോ ഓർമ്മിപ്പിച്ചു, ആ കുട്ടി അവളുടെ കുട്ടിക്കാലത്തെ ജീവിതത്തിലെ വേദനകളുടെ യഥാർത്ഥ അവസ്ഥ അവളുടെ അമ്മയോടോ അപ്പനോടോ ഒരു വാക്കുപോലും പറയാതെ നിനക്കറിയാമല്ലോ. അപ്പോൾ ആ അപ്പനേക്കാളും അമ്മയെക്കാളും കൂടുതൽ ഉത്തരവാദിത്വം അവളെക്കുറിച്ച് നിനക്കില്ലേ? അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഈ 3ാമത്തെ ദിവസവും ആ കുഞ്ഞിനെ വിളിച്ചുണർത്താൻ, അവളുടെ വേദനയെക്കുറിച്ച് നിന്നോട് പറയാൻ അവളെ ഇടയാക്കിയത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഈ കുർബാനയുടെ ആരംഭത്തിൽ വീണ്ടും ഈശോ ഓർമ്മിപ്പിച്ച് ഇങ്ങനെയാണ്. ഈ ദിവസങ്ങളിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ അവരുടെ ശുശ്രൂഷ നിലപാടുകളുടെ പോരായ്മകളെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന കാലമാണ്. വളരെയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഈശോ ഓർമ്മിപ്പിച്ച, മകനെ, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി പലതുമൊക്കെ ആളുകൾ പറയുന്നു, നീ ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനെയാണ്, അവിടെ കഴിഞ്ഞ ദിവസം മരിക്കാനിടയായ CS ബെന്നി എന്ന രോഗിയെക്കുറിച്ച്, ആ ബെന്നിയുടെ പേര് ഇനീഷ്യൽ CS ആണെന്നുള്ളത് അച്ഛൻ ഈ ഓഡിയോയിൽ നിന്നാണ് കേട്ടത്. അതിന് അച്ഛൻ അറിയില്ല, വർഷങ്ങളായിട്ട് അച്ഛൻ അറിയുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അളിയൻ അവിടുത്തെ ഡോക്ടറോട് സംസാരിക്കുന്നതിൽ പറയുമ്പോൾ, ഡോക്ടറെ, ഞാൻ ബെന്നി CS-ൻ്റെ ബൈസ്റ്റാൻഡറാണ് എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ഓഡിയോയും ആരംഭിക്കുന്നത്. അപ്പോൾ അതിൽ ആ ഡോക്ടേഴ്സ് മറുപടി പറയുന്നത് എല്ലാം അച്ഛൻ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്താണെന്ന് വളരെ താല്പര്യത്തോടെ, വളരെ വ്യക്തതയോടെ അദ്ദേഹത്തിൻ്റെ ഓക്സിജൻ ലെവൽ ഇത്ര, ഹാർട്ട് ബീറ്റ് ഇത്ര, ഷുഗറിൻ്റെ ലെവൽ ഇത്ര എന്ന് പറഞ്ഞ് വിശദമായിട്ട് 5-8 മിനിറ്റ്
2000 രോഗികൾ കിടക്കുന്ന, അതിൽ 1500ഓളം കൊറോണ രോഗികളായിരിക്കുന്ന ഇത്രയും വലിയൊരു മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടർക്ക് അത് ഒരു ദിവസം മാത്രമല്ല, പല ദിവസങ്ങൾ ഇത്ര ശ്രദ്ധയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ ഒരു ബൈസ്റ്റാൻഡറോട് എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്ന് അച്ഛൻ വലിയ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. എന്ന് മാത്രവുമല്ല, ആ രോഗി തന്നെ അച്ഛനോട് തന്നെ പറഞ്ഞ വാക്കുകളും അച്ഛൻ ഓർമ്മിക്കുന്നുണ്ട്. ആ രോഗി അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്നിട്ടുള്ളത് 10-15 ലക്ഷം മുടക്കി ഹാർട്ട് ഓപ്പറേഷന് വിധേയനായ വ്യക്തിയാണ്. വേറെയും 2, 3, 4 പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ വളരെ ചികിത്സകൾക്ക് വേണ്ടി പോകേണ്ടി വന്നിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയാന്ന് വെച്ചാൽ മറ്റേതൊരു സ്ഥലത്ത് ലഭിക്കുന്നതിനേക്കാളും നല്ല ശ്രദ്ധയും ചികിത്സയും നോട്ടവുമെല്ലാമാണ് അച്ഛൻ എനിക്ക് ഇവിടെ ലഭിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ അച്ഛനോട് പറഞ്ഞത് അച്ഛൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ മധ്യത്തിലും പോരായ്മകളൊക്കെ ഉണ്ടാകാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പോരായ്മകളെ പർവ്വതീകരിച്ച് മനുഷ്യൻ്റെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധതയെ പോലും തളർത്തുന്ന രീതികൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഒരു ആശുപത്രി തലത്തിൽ മാത്രമല്ല, ഇടവക തലത്തിൽ, സമൂഹ തലത്തിൽ, കുടുംബ തലത്തിലൊക്കെ ഇത് പ്രധാനമാണ്. ഇതേക്കുറിച്ചാണ് പൗലോസ്ലീഹ പറയുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ കുർബാന ലൈവായിട്ട് ചെല്ലുന്നെങ്കിലും ഇത് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നൊരു പ്രസംഗം മാത്രം, അതുപോലും ഒരു കൊച്ചു പുണ്യപ്രവൃത്തിയാണ്. 68 വയസ്സുള്ള ഒരു സന്യാസിനി അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസംഗം ആരോ ഇട്ടുകൊടുത്ത് കേട്ടപ്പോഴും പറഞ്ഞു, അച്ഛൻ്റെ ആ പ്രസംഗം ഒന്ന് എനിക്ക് റെക്കോർഡ് ചെയ്ത് ആ പ്രസംഗം മാത്രമായിട്ടൊന്ന് ഇട്ട് തരാമോ? അന്ന് മുതൽ അച്ഛൻ വീണ്ടും കൃത്യമായിട്ട് പ്രസംഗം മാത്രം റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണ്? അവർക്ക് മഠത്തിൽ അവിടെ നെറ്റ് കിട്ടില്ല. അപ്പോൾ അല്പമുള്ളൂ നെറ്റ്. കുർബാന മുഴുവൻ ലൈവായിട്ട് കാണുന്നത് അച്ഛൻ്റെ പ്രസംഗം മാത്രം ഇട്ട് തരാമോ? ആ ഒരു ആഗ്രഹം ഉൾപ്പെടെ മാനിച്ചുകൊണ്ടാണ് അച്ഛൻ ഈ ചിലപ്പോൾ വീഡിയോയിൽ കാണുന്നവർക്ക് അച്ഛൻ ഈ കുർബാനയ്ക്കിടയ്ക്കുന്നതിന് ഇങ്ങനെ ഏതാണ്ട് സാധനം കിടന്ന് കുത്തിവെക്കണമെന്നൊക്കെ തോന്നും. അത് സാരമില്ല. നമ്മൾ മനുഷ്യരുടെ ഏറ്റവും ചെറിയ ആഗ്രഹത്തിന് പോലും യെസ് പറയുമ്പോൾ ദൈവത്തിന് മുമ്പിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇതൊക്കെ അന്ത്യദിനത്തിൽ കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അതാണ് ലൂക്ക 10:27-37 പറയുന്നത്. സമറിയാക്കാരൻ, പുരോഹിതൻ, ലേവായൻ, മുറിവേറ്റവനെ കണ്ടു കടന്നുപോയവർ അവരുടെ നിത്യതയുടെ വാതിലാണ് അടയപ്പെടുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന മുഴുവൻ മനുഷ്യരോടും നമുക്ക് ബാധ്യതയുണ്ട്. അതൊന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒഴിവൊഴിവൊക്കെ പറയാൻ പറ്റും. പക്ഷെ അന്ത്യവിധി ദിനത്തിൽ നിൽക്കുമ്പോൾ നിനക്ക് ഇന്ന കാര്യം ഞാൻ ഇന്ന സമയത്ത് തന്നതാ, ഇത്രയും അനുഗ്രഹം തന്നതാ, 1 താലന്ത് 5 താലന്ത്, എന്നിട്ട് നീ 5ഉം കുഴിച്ചിട്ടു. നീ നിന്നെ തന്നെ നീതീകരിച്ചു. അതുകൊണ്ട് നീതീകരണമാകുന്നില്ല. നിന്റെ നിനക്ക് വെളിച്ചം തരാൻ പൗലോസിനെ ഞാൻ നിയോഗിച്ചു, മാതാവിനെ ഞാൻ നിയോഗിച്ചു, എന്നിട്ട് നീ അത് സ്വീകരിച്ചില്ല. ഇതെല്ലാം പറഞ്ഞ് കർത്താവ് കുറ്റപ്പെടുന്ന അന്ത്യവിധി ദിനം വരെ കാത്തു നിൽക്കാതെ കർത്താവെ വെളിച്ചത്തിൽ ബോധ്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ, എല്ലാം പ്രവർത്തിക്കാൻ, അങ്ങനെ നിത്യസമ്മാനത്തിന് പാത്രീഭൂതരാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബലി തുടരാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. പ്രമാണങ്ങളെയും പ്രവാചകന്മാരെയും സമാദരിക്കുകയും എല്ലാ നിയമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്ത മിശിഹായെ ഞങ്ങളുടെ മേലധികാരികളിൽ അങ്ങയെ ദർശിക്കുവാനും അവരുടെ ആജ്ഞകൾ അനുസരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഏലിയായുടെ തീക്ഷ്ണതയോടും മൂസയുടെ ധൈര്യത്തോടും കൂടെ ജീവിതകാലം മുഴുവൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെടുകയും അങ്ങയുടെ മഹത്വം കൊണ്ട് ഭീതി പൂണ്ട വത്സല ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത കർത്താവെ, വിധി ദിവസത്തിൽ മഹത്വപൂർണനായ അങ്ങ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആനന്ദത്തോടെ അങ്ങയെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ലോകജനതയെ നയിക്കുവാൻ രാഷ്ട്രതലവന്മാരെ പഠിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും മാർ ആന്റണി മെത്രാപ്പോലീത്തായെയും സഭാധ്യക്ഷന്മാരെവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഉത്ഥാനവും പ്രതീക്ഷയുമായ മിശിഹായെ അങ്ങ് കുരിശടയാളത്തോടുകൂടെ വാനമേഘങ്ങളിൽ ആഗതനാകുമ്പോൾ അങ്ങയുടെ വലത്ത് ഭാഗത്ത് അണിനിരക്കുവാൻ ഞങ്ങളെ അർഹരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ പ്രതീക്ഷയും പഴയ നിയമത്തിന്റെ പൂർത്തീകരണവുമായ മിശിഹായെ ദൈവദൂതന്മാരാൽ പരിസേവിതനായി കുരിശടയാളത്തോടുകൂടി വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാകുമ്പോൾ വിശുദ്ധരോടൊന്ന് ചേർന്നിനെ എതിരേൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. നിന്റെ പെസഹ രഹസ്യത്തിൽ സജീവമായി പങ്കെടുക്കുന്ന ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുകയും ചെയ്യണമേ. നമുക്ക് തലകുലിച്ച് ആശീർവാദം സ്വീകരിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അതിൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവയ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അതിനാൽ കർത്താവേ, അങ്ങയുടെ ദാനം ഞങ്ങളിൽ ഫലമണിയാൻ വരം തരണമേ. ഞങ്ങളെയും അങ്ങയുടെ സ്വന്തമായ ഈ ജനത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാം ദൈവമേ, ജീവിതം ബലിയാം. എന്നെയോമൻ സർവ്വവും നിൻ തിരുബലിയും. ഹൃദയപൂർവ്വം ഞാൻ സ്നേഹമോടെ മാറ്റണേ നിൻഹിതം പോലെ. അങ്ങേ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം വരെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അർപ്പിക്കപ്പെടണമെന്ന കൽപ്പനയനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവ സജ്ജീകരിക്കപ്പെടുന്നു. അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസ്സാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ,
സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ എൻ്റെ പിതാവെ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ ബലി അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഭാവിയായിരുന്നിട്ടും എന്നെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യനാക്കി. അങ്ങയുടെ അജഗണമായ ജനത്തിന്റെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും ലോകം മുഴുവന്റെയും അനുരഞ്ജനത്തിനും എല്ലാ സഭകളുടെയും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി ഞാനിവ അനുഷ്ഠിക്കുന്നു. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അയോഗ്യരും പാപികളുമായിരുന്നിട്ടും അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളുടെ പരികരണത്തിന് ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ, ദൈവത്തിനു ബലി അർപ്പിപ്പൂ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശാപൂർവം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ
മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യവും മഹനീയവുമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങളിപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട ആ രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ വലിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ
നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സംസ്കരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് മാർപാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്നകളുടെയും ബഹുമാനത്തിനും അങ്ങയെ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാനയെ സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിക്കുന്ന ഈ സമൂഹത്തിൽ ഈ ഇടവക മുഴുവനും വേണ്ടിയും ബലഹീനനും പാപിയുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ ഭക്ഷിപ്പിച്ചതുപോലെ ഈ തിരുശരീര രക്തങ്ങൾ വിശുദ്ധ ബലിപീഠത്തിൽ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ ഈ സമർപ്പണം വഴി അങ്ങയെ പ്രസാദിപ്പിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ സഹായം അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവനായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായിന്റെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധി നിൽക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസന്മാരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവകവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങയെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ.
ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. പരിമള സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും നാഥാവാക്കാന പേടകത്തിന്റെ കൂടാരത്തിൽ ശ്രേഷ്ഠ പുരോഹിതനായ അഹരോൻ അർപ്പിച്ച ധൂപം പോലെ ഞങ്ങളുടെ പ്രാർത്ഥനയും ധൂപം അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയെ സ്നേഹത്തിന്റെ ദിവ്യപരിമളത്താൽ സുഗന്ധപൂരിതനാക്കണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയനായ കർത്താവെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ വേദി കേട്ടു നിൽക്കുന്ന ഈ ശുശ്രൂഷകനെയും അങ്ങയുടെ കാരുണ്യം കാത്തു നിൽക്കുന്ന ഈ ജനങ്ങളെയും സുഗന്ധപൂരിതരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലറയുടെ സാദൃശ്യമായ ഈ വിശുദ്ധ ബലിപീഠത്തെയും സുഗന്ധപൂരിതമാക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ നാമത്തിന് എപ്പോഴും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും കുറ്റങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നിർമ്മല ഹൃദയത്തോടും പ്രസന്നവദനത്തോടും മനോവിശ്വാസത്തോടും കൂടെ എപ്പോഴും അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ പ്രസാദവരും നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദരരെ, ഇതാ നമുക്കായി സ്വർഗീയ വിരുന്ന് ഒരുക്കിയിരിക്കുന്നു. ഇതിൽ പങ്കുകൊള്ളുന്ന നമ്മെ ദൈവം എന്നേക്കുമായി തന്റെ രാജ്യത്തിന് അവകാശികളാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും
രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഇതിൽ ഞങ്ങൾ സ്വീകരിച്ചായ കുർബാന കടങ്ങളുടെ കൊടുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. വലിയൊരു ബലി അർപ്പിക്കാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ,